ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നഷി ഗെയിമിംഗ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും സബ് ചെയ്യുക. ഇനി നമ്മളെങ്ങനെ കസ്റ്റം സ്കിൻ വയ്ക്കാം നോക്കാം. ആദ്യം തന്നെ സെഡ് മോട്ടർ എടുക്കുക. സെഡ് മോട്ടർ എടുത്തിട്ട് ഫയൽ എടുത്ത് വേണ്ട ഫയൽ എടുക്കുക, സ്കിൻ ഫയൽ എടുക്കുക. അങ്ങനെ വേണ്ട സ്കിന്ന് DFF എടുത്തതിന് ശേഷം എഡിറ്റ് മോഡ് നോക്കി ആ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം UV ടൂൾസ് എടുത്തിട്ട് UV ടൂളിൽ നമുക്ക് വേണ്ട പാർട്ട് എടുക്കുക. എന്നിട്ട് അക്സെപ്റ്റ് കൊടുത്ത് ഒരു ബ്ലാക്ക് PNG ആഡ് ചെയ്യുക. ബ്ലാക്ക് PNG എടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഫുൾ സ്ക്രീൻ ഇട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്തതിന് ശേഷം ഈ ടെംപ്ലേറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. കറക്റ്റ് ചെയ്തിട്ട് ആ ബ്ലാക്ക് PNG എങ്ങനെയാണ് വരുന്നത് ആ സൈസിൽ കറക്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി എടുത്തതിന് ശേഷം പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് പിക്സൽ ലാബിൽ അത് പ്ലസ് ഐക്കൺ കൊടുത്ത് ആഡ് ചെയ്യുക. ആ ബ്ലാക്ക് PNG ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് എടുത്ത് വെച്ചതാണ് വേറെ ഒന്ന്. ആ എടുത്ത് വെച്ചത് എടുത്തിട്ട് അടിയിൽ കാണുന്ന ഈ 1.1 കണ്ടോ, കാണിച്ചുതരാം, മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. ഈ 1.1 ടച്ച് ചെയ്തതിനു ശേഷം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആയി വരും. ഇങ്ങനെ ഓപ്പൺ ആയി വന്നതിന് ശേഷം അടിയിൽ കാണുന്ന 1 2 3 4 5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷൻസ് നടുവ് സെൻട്രലുള്ള ശേഷം ആ ഓപ്ഷൻ എടുത്ത് 100 ഇടുക. 100 ഇട്ടതിന് ശേഷം നമുക്ക് എവിടെയാണ് പേര് കൊടുക്കേണ്ടത് ആ പേര് അവിടെ കൊടുക്കുക. പേര് കൊടുക്കേണ്ടത് കാണിച്ചു തരാം. ഫോണ്ട് എടുത്തതിന് ശേഷം നമ്മളത് ആഡ് ഫോണ്ട് വെച്ചതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പേര് അവിടെ കൊടുക്കുക. ആ ബ്ലാക്ക് PNG ആഡ് ചെയ്താൽ കാണുന്ന ആ ചെറിയ ഒരു ഈ ഷർട്ട് പോലത്തെ ഇത് കണ്ടോ, അവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുത്ത് ആ ഭാഗത്തേക്കും ഇത് വരിക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുത്ത് അവിടെ ആഡ് ചെയ്യുക. അപ്പുറത്ത് കോപ്പി ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാം, കാണിച്ചു തരാം. കോപ്പി ചെയ്ത് അപ്പുറത്തും അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ലെയർ വെക്കിയതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് വേണ്ടൊരു തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ബ്ലാക്ക് PNG ആഡ് ചെയ്യാണ് ബാക്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. അത് ഇതുപോലെ തന്നെ 1.1 ഇട്ട് ശരി കൊടുക്കുക. ശരി കൊടുത്തതിന് ശേഷം ഒന്ന് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് ലെയർ എടുത്ത് ഇത് പൊന്തിച്ച് കൊടുക്കുക. ഞാൻ പൊന്തിക്കാൻ വെച്ചാൽ കാണിച്ചു തരാം. ആ ഡോട്ടുള്ള സ്ഥലം പിടിച്ചാണ് പൊന്തിക്കേണ്ടത്. അങ്ങനെ പൊക്കിയതിന് ശേഷം ഇത്രയേ ഉള്ളൂ ഒരു കസ്റ്റം സ്കിൻ അടിക്കാൻ. എന്നിട്ട് ഇത് നമ്മളെങ്ങനെ ഇൻ ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അതിന് TXT ലാബ് എടുത്ത് ഓപ്പൺ TXT കൊടുക്കുക. 3 ലൈൻ കൊടുത്തിട്ട് നമ്മൾ വേണ്ട എൻ്റെ ഫയൽ ഇപ്പോൾ ഉള്ളത് ഡൗൺലോഡിലാണ്. ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡിൽ ഫയലുള്ള സ്ഥലം എടുക്കുക. ഫയൽ സ്ഥലത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഡൗൺലോഡ് ചിഹ്നം കണ്ടോ, ഒരു ഡൗൺലോഡിൻ്റെ സാമ്പിൾ അതിൽ കൊടുത്ത് യെസ് കൊടുക്കുക. മാർക്ക് ചെയ്ത് തരാം. ഈ ഡൗൺലോഡ് എടുത്ത് യെസ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ഫയൽ സെലക്ട് ചെയ്യാൻ കാണിക്കും. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിലുള്ള ഫയൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പാക്ക് ബൈ അതെടുത്ത് അവിടെ ഓക്കെ കൊടുക്കുക. നമ്മളിപ്പോൾ ആ ഈ വിത്തൗട്ട് ആൽഫയൊക്കെ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി സെഡ് മോട്ടർ എടുക്കുക. ഡൗൺലോഡ് ചെയ്യിക്കുക. അത് സേവ് ആയി ഉണ്ടാവുക. അതിന് മുമ്പ് പിക്സൽ ലാബ് എടുത്തിട്ട് നമുക്ക് നേരത്തെ സേവ് ചെയ്ത പിക്സൽ ലാബിലുണ്ടാവുക ഡോക്യുമെൻറ്റ്സ്, അത് ഡൗൺലോഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഫയൽ എടുത്തതിന് ശേഷം അതിലുണ്ടാവും വിത്ത് ആൽഫ വിത്തൗട്ട് ആൽഫ. ഇപ്പോൾ വിത്തൗട്ട് ആൽഫ ആണ് എടുക്കുന്നത്. അവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഡ്രസ്സിൻ്റെ സ്കിൻ ഉണ്ടാവുമല്ലോ, ആ ഷർട്ടിൻ്റെ ആ DFF എടുത്തതിന് ശേഷം അതേ നെയിം ലോങ് പ്രസ് ചെയ്ത് ഞാൻ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട ഫയലുണ്ടല്ലോ പിക്സൽ ലാബിൽ നിന്ന് എടുത്ത് ഫയലെടുത്ത് റിന്യൂ കൊടുത്തിട്ട് ഈ നെയിം അവിടെ പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്തതിന് ശേഷം സാധാ ഗെയിമിൽ മോഡ് ആഡ് ചെയ്യും പോലെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് ആദ്യം TXT എടുക്കുക, ഫയൽ എടുക്കുക. അപ്പോൾ അത്യാവശ്യം
ആൻഡ്രോയിഡ്, ഡാറ്റ, യൂണിസാം മൊബൈൽ ഗെയിമുകൾ ഫോൾഡർ ഉണ്ടാവും. യൂണിസാം മൊബൈൽ ഗെയിം കാണിച്ചു മാർക്ക് ചെയ്ത് കാണിച്ചാൽ യൂണിസാം മൊബൈൽ ഗെയിം. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് ഫയൽ txdb, അതിൽ മുകളിൽ ഉണ്ടാവും GTA3 ഉള്ള ഫയൽ എടുത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കൺ നിൽക്കുക. അവിടെ പ്ലസ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ആഡ് ചെയ്യാണ്. ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കൺ നിൽക്കുക. പ്ലസ് ഐക്കൺ ഫ്രം ഇമേജ് വിത്തൗട്ട് ആൽഫ, മറക്കരുത് വിത്തൗട്ട് ആൽഫ. എന്നിട്ട് നമ്മളെ ഫയലുള്ള നേരത്തെ സേവ് ചെയ്ത് വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഡൗൺലോഡ് പോയിട്ട് നേരത്തുള്ള ഫയൽ എടുക്കുക. അതിൽ വിത്തൗട്ട് ആൽഫ എടുക്കുക. ഫയലിൽ പോയിട്ട് വിത്തൗട്ട് ആൽഫ ഇട്ട് നേരത്തെ കാണാൻ ചിപ്പ് പോലത്തെ ഉണ്ട്, കുറേ ഡോട്ടിൻ്റെ ഇടയിൽ ഇതായിട്ടുള്ള. അതെടുത്തതിന് ശേഷം ഓവർ റൈറ്റ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇത്രയുള്ളൂ TXT ആഡ് ചെയ്യാൻ. TXT ആഡ് ചെയ്യുന്ന ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ള IMG ടൂൾ DFF ആണ്. DFF ആഡ് ചെയ്യാൻ IMG ടൂൾ എടുക്കുക. ഓപ്പൺ IMG എടുക്കുക. ഓപ്പൺ IMG എടുത്ത ഡാറ്റയിൽ യൂണിസാം മൊബൈൽ ഗെയിം എടുത്തിട്ട് ഫയൽ എടുക്കുക. ഫയൽ എടുത്ത് TXT എടുക്കുക. TXTയിൽ GTA3 എന്നുള്ള മോളുണ്ടാവും. GTA3 എടുത്ത് ആഡ് ഫയൽ ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മളെ ഫയലുള്ള സ്ഥലത്ത് ഇട്ടത് എവിടെയാണ് ഫയലുള്ളത് ആ ഫയൽ എടുക്കുക. ഇവിടെ ഫയൽ എടുത്തതിന് ശേഷം നമ്മൾ ആ ഫയലിൻ്റെ DFF സെലക്ട് ചെയ്യാം. DFF സെലക്ട് ചെയ്തതിന് ശേഷം ലോഡ് ആയതിന് ശേഷം റീബിൽഡ് കൊടുക്കുക. റീബിൽഡ് കൊടുത്താൽ നമ്മളെ പണി കഴിഞ്ഞ് ഇപ്പോൾ ഗെയിമിൽ ആഡ് ചെയ്യും. ഇത്രക്കും സിമ്പിളാണ് ഒരു കസ്റ്റം സ്കിൻ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.